നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലത്തെ ഒരു ഫുഡ് വ്ളോഗറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളൊരു പക്ഷേ അത് അറിഞ്ഞു കാണും. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിനകത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കീവേഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർത്ത കാണാനായിട്ട് കഴിയും. പലരും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫുഡ് വ്ളോഗറാണ് അദ്ദേഹം. ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നു. അപ്പം ആ റെസ്റ്റോറൻറ്റ് നല്ലൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഐറ്റത്തിന് മാത്രം, ഒരു ഊണ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഊണിൻ്റെ ഓരോ കറിയും നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പർച്ചേസ് ചെയ്യാം, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ്. ആ ഒരു സിസ്റ്റം നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ അത് തുടക്കത്തിൽ എല്ലാവരും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഗ്രാജ്വലി ആളുകളെല്ലാം തിരിഞ്ഞ് ആക്രമിക്കാനായിട്ട് തുടങ്ങി. കാരണം അതിനകത്ത് ഒരുപാട് ഫോൾസ് ആളുകൾ കണ്ടെത്തി. ഒന്ന്, ക്വാണ്ടിറ്റി വളരെ കുറവാണ്. മറ്റുള്ള വലിയ പ്രീമിയം റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്ന ഒരു ഊണിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ റേറ്റ് വരുന്നുണ്ട് ഇവിടെ ടോട്ടൽ ഐറ്റംസ് വാങ്ങുന്ന സമയത്ത്. ഇത്തരത്തിലുള്ള, പിന്നെ ആൾസോ ഹൈജീനിക് ഇഷ്യൂ അതിനകത്ത് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് രീതിയിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ആളുകൾ നിന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അത് അവിടെ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ ബിസിനസ്സുകാർ ഈ ഒരു വിഷയത്തിൽ നിന്നും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിവിടെ അറിയുക. ഇവിടെ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാറുണ്ട്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് റെഗുലറായിട്ട് ഇങ്ങനെ ഇറക്കുന്നുണ്ടാവും. സോ ഇവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പം സ്വാഭാവികമാണ്, എന്നെ കേൾക്കാൻ ലക്ഷങ്ങളുണ്ടെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വാങ്ങാനും ലക്ഷങ്ങളുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത്, നമ്മളെ കേൾക്കാൻ ഓഡിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു ബിസിനസ് വിജയിക്കത്തില്ല എന്നുള്ളത്. ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലത്തെ ഏറ്റവും കോർ എലമെൻറ്റ്, അത് പ്രോഡക്റ്റ് ആവാം, സർവീസ് സെക്ടറിലാണെങ്കിൽ ആ സർവീസ് ആവാം, ഇത് ഒപ്റ്റിമൈസ് ചെയ്യണം. പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രോഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, റെഗുലറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബിസിനസ് അധികാലം മുന്നോട്ടേക്ക് പോകത്തില്ല. ഒരിക്കലും ഒരു പ്രോഡക്റ്റും ഒരു സർവീസും 100% പെർഫെക്റ്റോടുകൂടി നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാനും കഴിയത്തില്ല. സോ ഇവിടെ നിങ്ങൾക്കൊരു ബിസിനസ് ആശയം കിട്ടുന്നു. ആശയം കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ബിൽഡ് ചെയ്ത് വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ലക്ഷങ്ങൾ മുടക്കി, ഒരു പേഴ്സണൽ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അത് ആഘോഷമാക്കിയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പേഴ്സണൽ ബ്രാൻഡുകളെ വെച്ചുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റിങ്ങും പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വലിയ രീതിയിലൊരു പബ്ലിസിറ്റി നിങ്ങൾ കൊടുക്കുന്നു. ഇത് വാങ്ങാൻ ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷേ പരാതികൾ ധാരാളം വരും, ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരും. ഒരുപക്ഷെ നമുക്ക് തിരിഞ്ഞ് പോകാൻ കഴിയാത്ത രീതിയിൽ നമ്മളത് ലോക്ക് ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മളെക്കുറിച്ചിട്ട് മാർക്കറ്റിലുണ്ടാവും. അവിടെ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നാക്കരുത്. ബിസിനസ്സിൻ്റെ വളർച്ച സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിരിക്കണം. എങ്കിലേ അതിനൊരു സസ്റ്റൈനബിലിറ്റി, ഒരു സുസ്ഥിരത ഉണ്ടാവത്തുള്ളൂ. പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വീഴും. നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിലത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോപ്പർ ആക്കണം. പ്രോഡക്റ്റ് ഓരോ ഘട്ടങ്ങളും നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. ഞാൻ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത്, കൺസൾട്ടേഷൻ ആരംഭിക്കുന്ന സമയത്ത് ട്രേഡ് മാർക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം ഈ IP ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 ക്ലയൻസ് ഉണ്ടെങ്കിൽ 5 പേർക്കും എന്തെങ്കിലുമൊക്കെ നിസ്സാരമായിട്ടാണെന്നുണ്ടെങ്കിലും പരാതികളുണ്ടാവും. പിന്നീട് അത് നമ്മൾ മനസ്സിലാക്കി എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി ഗ്രാജ്വലി സ്റ്റേജ് ബൈ സ്റ്റേജ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിനെ എല്ലാം അഡ്രസ്സ് ചെയ്ത് അതെല്ലാം റെക്ടിഫൈ ചെയ്ത് ഈ 5 പരാതികൾ എന്നുള്ളത് ഒരു പരാതിയാക്കി കുറച്ചു. എങ്കിലും ഇപ്പോഴും നമുക്ക് ആ പ്രോഡക്റ്റ് 100% പെർഫെക്റ്റ് ആയിട്ടില്ല. അത് ഒരിക്കലും ആവത്തുമില്ല. അത് നമ്മൾ പുതിയ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് വളർത്തി അത് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് 100% അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നും ആർക്കും ഇറക്കാനായിട്ട് കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാവും. അത് എത്ര വലിയൊരു ആപ്പിൾ കമ്പനിക്കാണെന്നുണ്ടെങ്കിലും, ഒരു ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനും ധാരാളം പ്രശ്നങ്ങളില്ലേ, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളില്ലേ. അതുപോലെ തന്നെയാണ്. അപ്പം ഈ പ്രോഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ ഒരു ബിസിനസ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചെയ്യാതെ നേരെ നമ്മളെ കേൾക്കാൻ ഓഡിയൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റ വരവാണ് ബിസിനസ് വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് എപ്പോഴും സ്ലോ ആക്കാൻ നോക്കുക. പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ കാര്യം. ഇവിടെ ആ ഫുഡ് ബ്ലോഗർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തന്നെ പറയുകയുണ്ടായി. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ ജെൻസിൻ്റെ യൂറിനലിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള, ഹൈഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല അത്ര. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതുപോലും സെറ്റ് ചെയ്യാതെ ഒരു യൂറിനൽ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ റിസർച്ച് ഇല്ലായ്മയാണ്.
ഇതൊരിക്കലും ജനങ്ങൾ പറഞ്ഞിട്ടല്ല ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ലേഡീസ് ടോയ്ലറ്റിൽ ഒരു വേസ്റ്റ് ബിൻ ഇല്ല, ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊരിക്കലും ഈ പറയുന്ന ജനങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം ഇദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്, ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റ് മറ്റുള്ള റെസ്റ്റോറൻറ്റ്സ് എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കൺസൾട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റിൻ്റെ ബിസിനസ്സിനകത്ത് ഇത്തരത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പിഴവുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ സഹിക്കത്തില്ല. ജനങ്ങൾ പ്രതികരിച്ചു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഈ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസേഷൻ ഡേ 1 മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രോഡക്റ്റാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളി മറിക്കുകയല്ല വേണ്ടത്. ഗ്രാജുവലി വളരാൻ നോക്കുക. തെറ്റുകൾ പറ്റാത്തതായിട്ട് ആരുണ്ട്? എല്ലാ ബിസിനസ്സുകളും എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവും, അത് പരിഹരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, പലരും ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. എനിക്കും നമ്മുടെ ടീമിന് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബിസിനസ്സുകാരിൽ നിന്ന് തന്നെ. ബിസിനസ് തുടങ്ങാൻ പോകുന്നവരും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവരിൽ നിന്ന് ഒരു പേഴ്സണൽ ബ്രാൻഡ് അവൻ എന്ത് ചെയ്യണം, അതിനുള്ള കോഴ്സസ് എന്തെങ്കിലും ഉണ്ടോ? കാരണം ആരൊക്കെയോ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് പേഴ്സണൽ ബ്രാൻഡാണ് ബിസിനസ്സിൻ്റെ ഭാവി. പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ബിസിനസ് നമുക്ക് വളർത്താനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയല്ല. നിങ്ങളെക്കുറിച്ചിട്ട് നാട്ടിൽ വളരെ മോശം അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ, നല്ല അഭിപ്രായമേ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ബിസിനസ്സിൻ്റെ അവസ്ഥ, നിങ്ങളൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാലുള്ളൊരു അവസ്ഥ, നിങ്ങളെല്ലാം അവിടെ നിന്ന് കടം വാങ്ങി കൂട്ടി തിരിച്ചു കൊടുക്കാതെ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നാട്ടിൽ വളരെ മോശം അഭിപ്രായമായിരിക്കും. നിങ്ങളൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണൽ ബ്രാൻഡിങ്, നിങ്ങൾ ഫേക്കായിട്ടൊരു കാര്യം ചെയ്ത് നിങ്ങളൊരു ബ്രാൻഡായിട്ട് മാറി നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, വർഷങ്ങൾ എടുക്കാം. എത്രയോ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പം അതിനൊന്നും വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പേഴ്സണൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാലുള്ളൊരു ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുണ്ടെങ്കിലേ നിങ്ങളുടെ ബിസിനസ് ഉണ്ടാവത്തുള്ളൂ. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഉണ്ടാവത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടന്നു, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് ഇല്ല. ഇതാണ് പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ലുലു ഒരു പേഴ്സണൽ ബ്രാൻഡിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സാണോ? യൂസഫ് അലി സാറിൻ്റെ ലുലു ഗ്രൂപ്പ് അല്ല. നമ്മൾ യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നത് ലുലു ഗ്രൂപ്പ് വഴിയാണ്. അല്ലാതെ ഈ യൂസഫ് അലി വീഡിയോസൊക്കെ ചെയ്തൊരു പേഴ്സണൽ ബ്രാൻഡായി മാറിയതിന് ശേഷമല്ല ലുലു ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുള്ളത്. നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും അല്ല, പക്ഷേ നമ്മുടെ ഈ പറയുന്ന പേഴ്സണൽ ബ്രാൻഡ് തന്നെ, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബ്രാൻഡ് വളർത്താൻ കഴിയുള്ളൂ എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് എപ്പോഴും സെപ്പറേറ്റ് ചെയ്യുക. എനിക്കറിയുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും അവരാണ് ഈ പറയുന്ന ബിസിനസ് റൺ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഫിലിം സ്റ്റാർസ്, അവർക്ക് ധാരാളം ബിസിനസ്സുകൾ, സൂപ്പർ സ്റ്റാറുകൾക്ക് ധാരാളം ബിസിനസ്സുകൾ ലോകമെമ്പാടും ഉണ്ടാവും. അത് അവർ പേഴ്സണൽ ബ്രാൻഡിലല്ല റൺ ചെയ്യുന്നത്, അല്ലാതെയാണ് റൺ ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഇവർ പേഴ്സണലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ബിസിനസ്സിനെ ബാധിക്കരുത്. ഇവരുടെ പടം നാളെ പൊളിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇവരുടെ ബിസിനസ്സിനെ ബാധിക്കരുത്. പേഴ്സണൽ ബ്രാൻഡും ഈ പറയുന്ന ബിസിനസ് ബ്രാൻഡും രണ്ടും അങ്ങ് മേർജ് ചെയ്തിട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചതുപോലെ ചിലപ്പോൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ ഫുഡ് വ്ളോഗർക്ക് പറ്റിയിട്ടുള്ളത്, പണ്ടെപ്പോഴും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള കുറേ കുറ്റങ്ങളും എല്ലാം ഇദ്ദേഹത്തിന് തന്നെ തിരിച്ചു കടിച്ചു. ഇന്ന് ഇദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതേ മിസ്റ്റേക്സ് ഇദ്ദേഹം വരുത്തി. ആ പേഴ്സണൽ ബ്രാൻഡ് വലിയ രീതിയിൽ വിനയായിട്ട് മാറി. അതല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത്. മൂന്നാമതായിട്ട് ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ടത് ഈ നെഗറ്റിവിറ്റിയെ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കണം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കണക്കിന് വളരെ ഡേർട്ടി, വളരെ പൊല്യൂട്ടഡ് പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആർക്കും എന്തും ആരെക്കുറിച്ചും പറയാം. ആരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും അവനെ പച്ചയ്ക്ക് തെറി വിളിക്കാം, നേരിൽ പറയത്തില്ല. കാരണം ഇവിടെ മുഖമില്ല, കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മുഖമില്ല, പേരില്ല. അവർക്ക് എവിടെ ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിലും ആരെക്കുറിച്ചിട്ട് വേണമെങ്കിൽ പറയാം. അതുവഴി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം എഡ്യൂക്കേഷൻ കോണ്ടൻറ്റ് തന്നെയാണ്, പക്ഷേ ഒരു 1.5 മിനിറ്റ് നേരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അത് കാണും. ഇവിടെ കുറച്ചുകൂടെ ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലായിട്ടും വന്ന് കാണുന്നത്. അവിടെ അങ്ങനെയല്ല, അവിടെ വഴി പോകുന്നവരൊക്കെ കാണും, വീഡിയോ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻസും ഉണ്ടാകും, ലൈക്സും വ്യൂസും എല്ലാം അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് തുടക്കത്തിലെല്ലാം ഈ നമ്മൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ എടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ട് പോട കോപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കമൻസ് വരുമ്പം ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത്. കാരണം നമ്മളങ്ങനെ ആരും നേരിട്ട് എടാന്നോ പോടാന്നോ ഫ്രണ്ട്സ് അല്ലാതെ വേറെ വഴി പോകുന്നവരാരും വിളിച്ചിട്ടില്ല. എല്ലാവരും റെസ്പെക്റ്റ് തന്നിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ കമൻസ് വരുമ്പോൾ
അത് ഭയങ്കര രീതിയിൽ അത് ചിലപ്പോൾ അവരുടെ സ്വന്തം പ്രൊഫൈലിൽ തന്നെ ആയിരിക്കും വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള പിള്ളേരൊക്കെ ആയിരിക്കും അങ്ങനെ വന്ന് പറയുന്നത്. ഭയങ്കര നമുക്ക് വിഷമം തോന്നാറുണ്ട്. പിന്നീട് ഞാൻ ഗ്രാജുവലി അത്തരം കമൻസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം എന്തിനാണ് ഇത്തരത്തിൽ നെഗറ്റീവ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മറുപടി കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം ഞാൻ മനസ്സിലാക്കി ഇവർ കമൻറ്റ് ചെയ്യുന്നു, അതിനുള്ള മറുപടി ഞാൻ ഒരെണ്ണം ഇടുന്നു, അത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും മറുപടി ചെയ്യുന്നു. അപ്പോൾ അവർ അത്രയും സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുക, അത്രയും നേരം വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അത്രത്തോളം വാച്ച് ടൈമും കൂടുന്നുണ്ടാവും അതിനകത്ത്. അപ്പോൾ എനിക്ക് നല്ലതാണ്, എൻ്റെ ചാനലിന് അല്ലെങ്കിൽ എൻ്റെ പേജിനത് നല്ലതാണ്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഇവർ വിളിച്ചോട്ടെ, പ്രശ്നമില്ല, ആ രീതിയിലേക്ക് മാറി. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരാൾ നീയെന്നോ എടാ എന്നോ പോടാ എന്നോ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ പറയാതിരിക്കുക. നീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ താങ്കൾ എന്ന് പറയുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അറിയാത്ത ഒരാൾ, ഒരു കടയിൽ നിൽക്കുന്ന ഒരാളെ പോയിട്ട് നീന്ന് എടാന്നോ വിളിക്കുമോ? അറിയാത്ത ഒരാൾ പോയി നമ്മൾ അങ്ങനെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കത്തില്ല. അവിടെ നമ്മൾ അങ്ങ് താങ്കൾ എന്നേ വിളിക്കത്തുള്ളൂ. ഈ ഒരു മാന്യത നമ്മൾ പലപ്പോഴും കമൻസിൽ വരുത്താനായിട്ട് ശ്രമിക്കുക. കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നീന്നോ എടാന്നോ പോടാന്നോ നോ, താങ്കൾ, അങ്ങ്, മിസ്റ്റർ, പേര്, ആ ഒരു ഫോർമാലിറ്റി, ഇത് ബേസിക്കായുള്ള മാനേഴ്സാണ് അല്ലേ. ഇത് ഈ പറയുന്ന ഫുഡ് വ്ളോഗർ കാണിച്ചില്ല. അദ്ദേഹം ഒരു ലൈവിനകത്ത്, ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു, ലൈവിനകത്ത് വന്നിട്ട് നീന്നും അലവലാതീന്നും അത്തരത്തിലുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ലൂസേഴ്സിനും ഇത്തരത്തിലൊക്കെ ഈ കമൻറ്റ് ചെയ്യുന്നവരെ വിളിക്കുക എന്ന് പറയുന്നത് അതൊട്ടും പ്രൊഫഷണൽ അല്ല. അതൊരിക്കലും അദ്ദേഹത്തെ പോലൊരു വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഈ പറയുന്ന എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെന്നൊക്കെ പറയത്തില്ല, അവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഇത്രയും പ്രായം ചെന്നൊരു വ്യക്തി, ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ച ഒരു വ്യക്തി, മാനേഴ്സ് എന്താണെന്നുള്ള നല്ല രീതിയിൽ അറിയുന്ന അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തി, ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇത്തരത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കുക. അത് എത്രത്തോളം നമ്മളെ തിരിച്ചിങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാലും ഒരു ബിസിനസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ രീതിയിൽ പറയരുത്. ഇവിടെ എനിക്ക് ഇത്തരത്തിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയത്ത് ഞാൻ ഡെഫിനറ്റ്ലി അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാറുണ്ട്, മാന്യമായിട്ട് തന്നെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് തന്നെ എൻ്റെ ബിസിനസ്സിൻ്റെ പേജിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ കുറച്ചുകൂടെ മാന്യമായിട്ട്, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഡിയർ സർ എന്നുള്ള രീതിയിൽ തന്നെ ഞാനത് അഭിസംബോധന ചെയ്യാറുണ്ട്, അവരെ വിളിക്കാറുണ്ട്. കാരണം അവിടെ അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന എൻ്റെ ബ്രാൻഡിൻ്റെ വാല്യൂ ആണ്, എൻ്റെ ബ്രാൻഡിൻ്റെ സംസ്കാരമാണ്, അവരുടെ സംസ്കാരമായിട്ട് മാറും എൻ്റെ ബ്രാൻഡിൻ്റെ. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രാൻഡിന് ഒരു കൾച്ചർ വേണം. ആ കൾച്ചർ ഈ പറയുന്ന ഓരോ കമൻറ്റിലും നിങ്ങൾ പ്രകടിപ്പിക്കണം. ക്ലിയർ? സോ ഈ ഫുഡ് വ്ളോഗറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വൈകാതെ തീരുന്നുണ്ടാകും. കാരണം ഇതൊക്കെ ഒരു ബൂമറാങ് ആണ്. അതായത് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നു. നാളെ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യും. സോ അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇതെല്ലാം പതിയെ പോകും. ഇതൊരു സൈക്കിളാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ പ്രൊമോഷൻസ് ഇപ്പോൾ കിട്ടുന്നുമുണ്ട്, പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വരിക തന്നെ ചെയ്യും. അധികകാലമൊന്നും ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട്. സോ എനിവേ, മറ്റൊരു വിഷയമായിട്ട് കാണാം. അതൊരു സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.